ഇറാനെ ആക്രമിക്കുകയും ഇറാനെ ആക്രമിച്ച് അവിടെ ഒരു റെജീം ചേഞ്ച് ഉണ്ടാക്കുക, ഭരണമാറ്റം ഉണ്ടാക്കുക, അവിടെ ഒരു പുതിയ പാവ സർക്കാരിനെ കൊണ്ടുവരിക, ഏക ത്രെട്ട് അവസാനിപ്പിച്ചുകൊണ്ട് ഈ റീജിയനിലെ ഏറ്റവും പവർഫുള്ളായ രാജ്യമായി നിലനിൽക്കുക എന്ന് പറയുന്ന വലിയ ആഗ്രഹത്തിൻ്റെ പുറത്താണ്. ഓഫ് കോഴ്സ് ഇത് ചെയ്യുന്നതിന് നെതന്യാഹുവിന് മുമ്പിൽ വ്യക്തിപരമായ ആഭ്യന്തര രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ ഏറ്റവും വലിയ ദീർഘകാല താല്പര്യങ്ങളിലൊന്നാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഇല്ലാതാക്കുക. കാരണം ഇറാൻ അവർക്ക് ആ റീജിയനിലെ ഏറ്റവും വലിയ തടസ്സമാണ്. എത്രയോ കാലമായി നെതന്യാഹു MP ആയിരുന്ന കാലം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇറാനാണ് ഏറ്റവും വലിയ ത്രെട്ട് എന്ന്. അപ്പോൾ അതിൻ്റെ പേരിൽ അവർ ഇറങ്ങിത്തിരിക്കുന്നു. അപ്പോൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവർക്ക് ഒരു കാര്യം അറിയാം. ഒന്ന്, അവരതിനെക്കുറിച്ച് അധികമായി കണക്ക് കൂട്ടിയിട്ടുണ്ട്. കുറച്ചൊരു ഈസിയായ സമയമാണ്, എല്ലാ അർത്ഥത്തിലും ദുർബലപ്പെട്ട സമയത്ത് അടിച്ചു വീഴ്ത്താൻ കഴിയും. രണ്ട്, നിരന്തരമായി ഇവരുടെ പരിപാടി ട്രംപിനെ കൊല്ലാനാണ്. ഇവിടെയാണല്ലോ, ഇവിടെ ആരെങ്കിലും പിടിച്ചാൽ മോദിയെ കൊല്ലാനായിരുന്നു പരിപാടി നിരന്തരം പറഞ്ഞ് ഇളക്കുമല്ലോ. അതുപോലെ ട്രംപിനെ കൊല്ലാനുള്ള പരിപാടി, അമേരിക്കയെ ഇല്ലാതാക്കാനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇറക്കാം. അമേരിക്ക ഇറങ്ങുകയും അമേരിക്ക യുദ്ധത്തിൽ പൂർണ്ണതോതിൽ പങ്കാളിയാവുകയും ഇതിനെ കംപ്ലീറ്റായി തകർക്കുകയും ഒരു നല്ല തോതിലുള്ള യുദ്ധം നടത്തി കഴിഞ്ഞാൽ അവിടെ സ്വാഭാവികമായിട്ടും എക്കണോമിക്കലി ഇറാൻ വീഴും, സാമ്പത്തികമായി വീഴും, രാഷ്ട്രീയമായി വീഴും, പിന്നെ ഭരണസ്ഥിരത ഇല്ലാതാവും. ആ സന്ദർഭത്തിൽ അവിടെ ഒരു എന്താ പറയുന്നത്, ഖാംനയെ മാറ്റി ഇസ്ലാമിക ഭരണകൂടത്തെ മാറ്റി അവർക്ക് ആവശ്യമുള്ളൊരു ഭരണകൂടത്തെ വരും. ആ ഒരു പ്ലാനിലാണ് അവർ ഇറങ്ങിയത്. ഇപ്പോൾ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ കാണേണ്ട കാര്യം സിമ്പിളാണ്. അമേരിക്ക അതിനകത്ത് കളിക്ക് നിന്നില്ല എന്നുള്ളതാണ്. പൊതുവെ എല്ലാവരും പറയും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചല്ലോ, 2 ആഴ്ചത്തെ സമയം ട്രംപ് ചോദിച്ചപ്പോൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല പറഞ്ഞപ്പോൾ ആൾക്കാരെല്ലാം പറഞ്ഞ് കളിയാക്കി ഇപ്പം ചെയ്തത് എന്താണെന്ന്. ഇപ്പം എന്താ ചെയ്തത്? ഇപ്പം എന്താ ചോദിച്ചാൽ ഇപ്പോഴൊന്നും ചെയ്തിട്ടില്ല. ശരിക്കും കുഞ്ഞു പിള്ളേരെയൊക്കെ പറ്റിക്കില്ലേ, നമ്മൾ അവന്മാരെ തീർത്തു. ഒന്നും ട്രംപിൻ്റെ ട്വീറ്റുകൾ നോക്കി തന്നെ കാണാം. B2 ബോംബറിലെ പൈലറ്റുമാരെ ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം B2 ബോംബർ വന്ന് എന്തൊക്കെ ചെയ്തു എന്ന് പുള്ളി സ്ഥാപിക്കാൻ, പുള്ളിക്കാനൊക്കെ ഒരു കോൺഫിഡൻസ് ഇല്ല, ആൾക്കാരത് വിശ്വസിക്കുന്നില്ലെന്ന്. അവരാണ് ഗംഭീരം, B2 ബോംബറുകൾ മനോഹരമായ പണിയെടുത്തു, അതിലെ പൈലറ്റുമാരാണ് രാജ്യത്തിൻ്റെ അഭിമാനം, ഇങ്ങനെയൊക്കെ പറയാണ്. സത്യത്തിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇറാൻ്റെ പ്രതികരണത്തിൽ വ്യക്തമാണ്, അവർ വൈകാരികമായോ സാങ്കേതികമായോ പരിക്കേറ്റതിൻ്റെ മൂഡിലല്ല അവർ സംസാരിക്കുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ഫോർദോ ആണവ കേന്ദ്രം തകർന്ന് തരിപ്പണമാവുക, അവിടെയുള്ള ആളുകളെല്ലാം കൊല്ലപ്പെടുക, യുറേനിയൻ സമ്പുഷ്ടീകരണശാല തകർന്ന് ഈ പറഞ്ഞ റേഡിയേഷൻ കൂടുക എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാകാൻ പോകുന്ന ഇമ്പാക്റ്റ്? അങ്ങനെ ഉണ്ടായാൽ നോക്കൂ, റഷ്യ അതിനകത്തെടുത്ത പ്രശ്നം കാണണം. നിങ്ങൾ അവിടെ ആക്രമിക്കാനാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ഗുരുതരമായ നരകവാതിൽ തുറക്കാൻ പോവാണ് എന്ന് റഷ്യ പറഞ്ഞു. ഞങ്ങൾക്ക് അതിനോട് കർശനമായ സമീപനം സ്വീകരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. പക്ഷേ ഫോർദോ ആണവക്കെതിരെ ആക്രമിച്ചു ട്രംപ് അവകാശപ്പെട്ട ശേഷവും റഷ്യയുടെ ചൈനയുടെ ഭാഗത്തുനിന്ന് സീരിയസ് ആയ പ്രതികരണങ്ങൾ വന്നില്ല. കാരണം ദേ നോ, അവർക്കറിയാം ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന്. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ വഞ്ചിക്കപ്പെട്ടു. അവർ അമേരിക്ക ഇറങ്ങിയിട്ട് അമേരിക്ക അടിക്കാൻ കൂടുന്നതോടുകൂടി തകരും. ഇവരങ്ങോട്ട് ആക്രമിക്കും, ഇവർ മറ്റ് ഗൾഫ് റീജിയനിലെ ബേസുകൾ ആക്രമിക്കും. അതോടെ ഇറാൻ്റെ മറ്റെല്ലാ അയൽപക്ക ബന്ധങ്ങളും തകർന്ന് ആ രാജ്യം സമ്പൂർണ്ണമായി ഒറ്റപ്പെടും, റീജിയൻ തകരുകയും ഞങ്ങൾ ഒറ്റയ്ക്ക് സെറ്റായി നിൽക്കുകയും ചെയ്തു കരുതി. പക്ഷേ അമേരിക്ക ആ കളിക്കുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ഇറാൻ ബേസിലേക്ക് ആക്രമിച്ചാൽ 40,000-ഓളം സൈനികരെ ഇവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. എവിടെല്ലാം പല ബേസുകളിലായി. അമേരിക്കയ്ക്ക് 10-700 ബേസുകൾ ലോകത്തെല്ലായിടത്തോട്ടുണ്ട്. അവിടെയൊക്കെ വന്ന് 1-2 മിസൈൽ വീണാൽ മരിക്കുന്ന ആളുകളുടെ ബോഡി എവിടെ ചെല്ലണം? അവിടെ അമേരിക്ക ചെല്ലണം. അത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് ട്രംപിൻ്റെ അടി പറിക്കുന്ന ഇമ്പാക്റ്റ് ആയിരിക്കും. ഇതിന് മുമ്പ് ഇറാഖിൻ്റെ അഫ്ഗാനിസ്ഥാൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് എന്താണ്? നമ്മൾ നമ്മുടെ സൈനികരുടെ ഡെഡ് ബോഡി ഏറ്റുവാങ്ങാൻ വേണ്ടിയാണോ നികുതി പണം കൊടുക്കുന്നതെന്ന് ആൾക്കാർ ചോദിച്ചുണ്ടാക്കിയ സമ്മർദ്ദത്തിനൊടുവിലാണ് പുതിയ അമേരിക്കൻ ഭരണകൂടത്തിന് ഈ നിലപാടെടുക്കേണ്ടി വരുന്നത്, നമ്മളിനി പോയി യുദ്ധം ഉണ്ടാക്കുന്നില്ല എന്ന്. സോ അതിനെ അവർ ഭയപ്പെടുന്നുണ്ട്. ഇറാനൊരു വലിയ ഒരു സ്റ്റേറ്റാണ്. എത്രയോ കാലമായി ഒരു ആക്രമണത്തെ പ്രതീക്ഷിച്ച് കഴിയുന്ന രാജ്യമാണ്. നമ്മൾ കാണേണ്ട കാര്യം, ഇസ്രായേലിൻ്റെ ലക്ഷ്യം ഇറാനെ ഇല്ലാതാക്കലാണ്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഇറാൻ ത്രെട്ടാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഇസ്രായേലി ലീഡേഴ്സിനെ അവർ കാണുന്നത്. ഒരു ദിവസം അവൻ്റെ ഫൈറ്റർ ജെറ്റുകൾ ഞങ്ങളുടെ വ്യോമപാതയിൽ വരുമെന്ന് വിചാരിച്ചാണ് ഓരോ ദിവസവും ആ രാജ്യം ജീവിക്കുന്നത്. അതിനനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങളും അവർക്കുണ്ട്. ശരിയാണ്, അവരുടെ പ്രധാനപ്പെട്ട ഓഫീഷ്യൽസിനെ പലരെയും കൊന്നുകളയാൻ പറ്റി, അവരുടെ ക്യാപിറ്റലിൽ ആക്രമണം നടത്തി, പല ആൾക്കാരെയും ഖാസിം സുലൈമാനിയെ കൊന്നൊക്കെ ശരിയാണ്. പക്ഷേ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടായ നഷ്ടത്തിൻ്റെ തോതെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ സംഗതി എന്ന് വെച്ചാൽ ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ രാജ്യമാണ്. ഇങ്ങോട്ടേക്ക് എല്ലാവരും വരുമെന്ന് പറഞ്ഞിട്ട് നടത്തുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്ത് 30 പേര് മരിച്ചു. ഇത് അവസാനം ഉണ്ടായ അപകടം ബങ്കർ തറന്നാണ് ആൾക്കാർ മരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സെക്യൂരിറ്റി ത്രെട്ടാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞങ്ങൾ ഇനി ഇവിടെ സുരക്ഷിതമായി എങ്ങനെ ജീവിക്കും ചോദിക്കുന്ന ആൾക്കാരെ, അവിടെ നിന്ന് പലായനം ചെയ്യുന്ന ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് ടെല്ലവീവിനുണ്ടായ നഷ്ടം. അതുകൊണ്ട് ഇസ്രായേലിനെ ഈ യുദ്ധത്തിലുണ്ടായ ഏറ്റവും വലിയ ഒരു ഗെയിം ചേഞ്ചർ സംഗതി എന്ന് വെച്ചാൽ അമേരിക്ക അതിനകത്ത് പൂർണ്ണതോതിൽ ഇറങ്ങാൻ തയ്യാറായില്ല. എന്നാൽ ഇസ്രായേലിനെ സങ്കടപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ട് അവരെന്തൊക്കെ ഒരു ഷോ കാണിച്ച് അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആ ഈഗോ വർക്കാവുന്നുണ്ടാവും. നമ്മൾ എന്ത് നേടി എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടല്ലോ. നമുക്ക് എന്ത് നേടാൻ പറ്റി? നിങ്ങളല്ലേ ഭരണമാറ്റം ഇറാനിലുണ്ടാകുമ്പോൾ എന്നൊക്കെ പറഞ്ഞത്, അത് നടന്നില്ല എന്നുള്ള ചോദ്യത്തിനെ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു അങ്കലാപ്പിലാണ് ഈ സീസ് ഫയർ എഗ്രിമെൻറ്റ് വന്നതിന് ശേഷവും പിന്നെയും IDF-നെ കൂടി ഞങ്ങൾ ആക്രമിക്കാൻ പോകുന്നു, തിരിച്ചടിക്കും എന്നൊക്കെ പറയുന്നത്. അതിനപ്പുറം എനിക്ക് തോന്നുന്നില്ല. നേരത്തെ പറഞ്ഞ ഇറാൻ അവരുടെ ഒരു പവർ എന്താണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു എന്താണ് കോൺഫ്ലിക്റ്റാണിത്. ശരിയാണ്, 150 പേര് ഇറാനിൽ മരിച്ചു. അവരുടെ ആക്രമണം കുറച്ചുകൂടി ശേഷിയുള്ളതായിരുന്നു. ഇറാൻ്റെ എല്ലാ ബാലിസ്റ്റിക് മിസൈലുകളും അവിടെ പോയി പൂർണ്ണമായും ഹിറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ സ്ട്രാറ്റജിക്കലി നയതന്ത്രപരമായി നോക്കിയാൽ, രാഷ്ട്രീയമായി നോക്കിയാൽ അവിടെ ആൾക്കാരെല്ലാം കൂടെ തെരുവിലിറങ്ങും. ഇപ്പോൾ ഏറ്റവും അവസാനം കേട്ട ഒന്ന്,
ഈ ഈ സംഘർഷങ്ങൾക്ക് ഇറാൻ അഡ്മിനിസ്ട്രേഷനകത്ത് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അവിടെ മിലിറ്ററി ഓഫീഷ്യൽസിനെയൊക്കെ ഈ ചാരന്മാർ നിരന്തരം ഫോണിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നിങ്ങളുടെ കുടുംബത്തെ കൊല്ലും, കുഞ്ഞുങ്ങളെ കൊല്ലും, അല്ലെങ്കിൽ ഖാംനയി ഭരണകൂടത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ള വീഡിയോ ചിത്രീകരിച്ച് ടെലിഗ്രാമിൽ അയച്ചു തരാൻ ഭീഷണിപ്പെടുത്തി. അങ്ങനെ പലതരത്തിൽ ഇതിനകത്ത് മൊത്തം കാലുഷ്യം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി. അപ്പോൾ ഈ ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ ഒരു കാര്യവുമില്ലാതിരിക്കുന്ന നമ്മൾ ഈ ഇസ്ലാമിക് റെജീം അവർ അനാവശ്യമായ അഗ്രസീവായിട്ടുള്ള ഫോറിൻ പോളിസി വഴി നമ്മളെ ബുദ്ധിമുട്ടിക്കുകയാണ്. അതുകൊണ്ട് ഈ ഭരണകൂടം മാറിയാലേ നമുക്ക് നിവൃത്തിയുള്ളൂ എന്ന് വിചാരിച്ച് ജനങ്ങൾ ഇറങ്ങും എന്ന് വിചാരിച്ചു. പക്ഷേ ഓൾറെഡി ഇസ്രയേലി ഭരണകൂടം ഗസയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ലോകമാകെയുള്ള മുസ്ലിം സ്ട്രീറ്റ്, അറബ് സ്ട്രീറ്റ് അല്ലേ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഇസ്രയേൽ അതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് ഇറാനെ ആക്രമിക്കാൻ വന്നാൽ അവരെന്തായിരിക്കും എടുക്കുന്നത് മൂടെന്ന് കണക്ക് കൂട്ടുന്നതിൽ അവർക്ക് തെറ്റിപ്പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ വലിയ സോളിഡാരിറ്റി പ്രൊട്ടസ്റ്റുകൾ, ഡെമോൺസ്ട്രേഷൻസ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് ഇതിൽ ഇസ്രയേൽ പാളിയിരിക്കുകയാണ്. ഏതൊക്കെ വഴിക്ക് അന്വേഷിച്ചാലും പാളിയിരിക്കുകയാണ്. അപ്പോൾ ഇസ്രായേലിന് അവസാനിപ്പിക്കേണ്ടത്, കാരണം ഒരു ലോങ് ടേം വാർ എടുക്കാൻ അവർക്കും പ്രയാസമായിരിക്കും, കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒന്നല്ല. സോ അതുകൊണ്ട് ഇത് അതിൻ്റെ അനിവാര്യമായ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുന്നത് തോന്നുന്നു.